കാലാവസ്ഥാ വ്യതിയാനം അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനം. മാനുഷിക ഇടപെടൽ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷത വ്യക്തമാക്കുന്നതാണ് പഠനമെന്ന് US ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ മേധാവി റിക് സ്പിനാഡ് പറയുന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു സ്പിനാഡ്. 2019 2023 ഇടയിലുണ്ടായ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളിൽ 84% തീവ്രമായതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് കണ്ടെത്തൽ. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ചുഴലിക്കാറ്റുകളുടെ വേഗതയും ശക്തിയും വർദ്ധിക്കാൻ ഇടയാക്കിയെന്ന് പരിസ്ഥിതി ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. മൂന്നാം കാറ്റഗറിയിലുണ്ടായിരുന്ന 30 ചുഴലിക്കാറ്റുകളാണ് ക്രമാനുഗതമായി കാറ്റഗറി 5-ലെത്തിയത്. രൂക്ഷമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വർദ്ധിത വീര്യത്തോടെ ആവർത്തിക്കുമെന്ന് US ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ മേധാവി റിക് സ്പിനാഡ് പറയുന്നു. ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അസർബൈജാനിലെ ബാക്കുവിൽ സംസാരിക്കുകയായിരുന്നു സ്പിനാഡ്. So I think we're going to see a variety of different manifestations of the additional energetics associated with these storms. കഴിഞ്ഞ 6 വർഷക്കാലയളവിൽ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളുടെ വേഗത മണിക്കൂറിൽ 29 കിലോമീറ്റർ അധികം വർദ്ധിച്ചു. സമീപകാലത്തുണ്ടായ മിക്ക ചുഴലിക്കാറ്റുകളും ഉയർന്ന കാറ്റഗറിയിലേക്ക് മാറുന്നതാണ് കണ്ടതെന്നും പുതിയ പഠനം പറയുന്നു. കാറ്റഗറി 1-ലുള്ള ചുഴലിക്കാറ്റിനേക്കാൾ 400 മടങ്ങ് നാശനഷ്ടമാണ് 5-ാം കാറ്റഗറിയിലുള്ള ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കുന്നത്. ഈ മാസമുണ്ടായ റഫായേൽ അടക്കം 3 പുതിയ ചുഴലിക്കാറ്റുകളുടെ വേഗത വർദ്ധിക്കാൻ കാലാവസ്ഥാ വ്യതിയാനം കാരണമായെന്നും നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പഠനം വ്യക്തമാക്കുന്നു. 2019 മുതൽ 2023 വരെയുള്ള ചുഴലിക്കാറ്റുകളെ ആസ്പദമാക്കിയുള്ളതാണ് പുതിയ പഠനം. ബെറിൻ, ഹെലേൻ, മിൽട്ടൺ തുടങ്ങിയ 3 ചുഴലിക്കാറ്റുകളാണ് ഈ വർഷം കൊടും നാശം വിതച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.